സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരുന്ന ചിത്രമാണ് എമ്പുരാൻ. അതായത് ചിത്രം വൻ ഹൈപ്പിലാണ് പ്രദർശനത്തിനും എത്തിയത്. രാജ്യമൊട്ടാകെ എമ്പുരാൻ ആവേശം പ്രകടമായിരുന്നു. ചിത്രത്തിന്റെ മേക്കിങ്ങിനും താരനിരയ്ക്കും പുറമെ സിനിമയിലെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇപ്പോൾ ലോക മലയാളികൾ ചർച്ച ചെയ്യുന്നത്. എമ്പുരാൻ തിയേറ്ററിലെത്തിയപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ലൂസിഫറിന്റെ രണ്ടാം ഭാഗം മേക്കിങ്ങിലും ഡയറക്ഷനിലും ഹോളിവുഡിനോട് കിടപിടിക്കുന്നത് താരനിരകളാൽ സമ്പന്നം. ഇതായിരുന്നു ഇന്നലെ വരെ സിനിമാ ആസ്വാദകർക്ക് മുന്നിൽ എമ്പുരാൻ എന്ന ചിത്രം. എന്നാൽ എമ്പുരാൻ വെള്ളിത്തിരിയിലെത്തിയപ്പോൾ കാഴ്ചപ്പാടുകൾ മാറുന്നതാണ് നാം കാണുന്നത്. സിനിമ എന്നതിലപ്പുറം അതിനൊരു രാഷ്ട്രീയ മാനം തന്നെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. സംഘപരിവാറിന്റെ യഥാർത്ഥ മുഖം ലോകത്തിനു മുന്നിൽ തുറന്നു കാണിച്ചാണ് എമ്പുരാന്റെ വരവെന്നാണ് ചിലർ വിമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം സിനിമയുടെ രാഷ്ട്രീയമാണ് ചർച്ചാ വിഷയം. സംഘപരിവാർ രാഷ്ട്രീയത്തെ ചിത്രം വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ടെന്നാണ് ആദ്യ ദിനം സിനിമ കണ്ടിറങ്ങിയവരുടെ അഭിപ്രായങ്ങളിൽ പറയുന്നത്. ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഗോത്ര കലാപവും സംഘപരിവാർ രാഷ്ട്രീയവും വ്യക്തമാക്കിയ ചിത്രത്തിനെതിരെ സംഘപരിവാർ അനുകൂല നേതാക്കളും രംഗത്ത് വന്നുകഴിഞ്ഞു. ചിത്രത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ താങ്ക് യു ഓൾ എന്ന പൃഥ്വിരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് സൈബർ ആക്രമണം ശക്തമായിരിക്കുന്നത്. എന്തിനാ താങ്ക് യു? ലൂസിഫറിന്റെ വില കളഞ്ഞു. വില കുറഞ്ഞ രാഷ്ട്രീയം പറയണമെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതി ഒരു പോസ്റ്റ് ഇട്ടാൽ പോരായിരുന്നോ? എന്തിനാണ് ലൈക്യുടെയും ഗോകുലത്തിന്റെയും കാശ് നശിപ്പിച്ചതെന്നും വിമർശനമുയരുന്നുണ്ട്. കൂടാതെ ഓൺലൈൻ ബുക്ക് ചെയ്തവർ ഷോകൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ പൃഥ്വിരാജിന് കയ്യടികളുമായും ആരാധകർ എത്തുന്നുണ്ട്. സംഘപരിവാർ മതവർഗീയ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്ന ഒരു സിനിമയെടുക്കാൻ ധൈര്യം കാണിച്ച പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരിനും കേരളത്തിന്റെ ആശംസകളെന്നായിരുന്നു കുറിപ്പുകൾ. 2002 ഇന്ത്യയെ പിടിച്ചുകുലക്കിയ മുസ്ലിം വംശഹത്യയെയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നു. ഫാസിസം കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറന്നേക്ക് കൊണ്ടുവരുന്നതെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച അഭിപ്രായങ്ങളിൽ വരുന്നുണ്ട്. അതേസമയം എമ്പുരാൻ ഓപ്പണിംഗിൽ ഇന്ത്യയിൽ 22 കോടി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. എമ്പുരാന്റെ പ്രമേയത്തെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ചിത്രത്തെ ബാധിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.